ഡോക്ടർ ഹാരിസ് ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിൻ്റെ ചട്ടവിരുദ്ധം എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയത്. ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയത്തില്ല. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്ക് എൻ്റെ പേരിൽ ആക്ഷനൊന്നും ഉണ്ടാവില്ല എന്നിട്ടല്ല. ഉപകരണം ഭാഗം കാണാതായിട്ടുണ്ട് എന്നതിനത് വളരെ വ്യക്തമായിട്ടുള്ള ബൈറ്റായിരുന്നു. ഉപകരണ ഭാഗം കാണാതായിട്ടുണ്ട്, അതിൽ അന്വേഷണം നടത്തും. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. നടക്കട്ടെ, അല്ലാതെ എൻക്വയറി ഏത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അങ്ങനൊന്നുമില്ല. ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എൻ്റെ എല്ലാ ഉപകരണങ്ങൾക്കും എനിക്കാണ് ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അറിയാം. എല്ലാം ഉണ്ട്, കേടാക്കിയിട്ടില്ല. അതറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ വാർത്ത കേട്ടതുമില്ല. അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത്രയും ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാൻ പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. 2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് അതിനകത്തൊന്നും കയറാൻ. മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസൻ. രാവിലെയാണ് ആരോഗ്യമന്ത്രി ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണമാണ്. അത് കാണാനില്ല, ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അത് കാണാതെ പോയത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ തള്ളിയിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.